പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഉപഭോക്തൃ കോടതികളെ പറ്റിയിട്ടാണ്. ഉപഭോക്തൃ കോടതികൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമമുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നിർവചിച്ചിരിക്കുന്നു. രണ്ട്, ഒരു പ്രത്യേക നീതിന്യായ സംവിധാനം ആർക്ക് വേണ്ടി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്? നമ്മുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അതാണ് ഈ ഉപഭോക്തൃ കോടതികളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഉപഭോക്തൃ കോടതികളുടെ ചരിത്രം ആരംഭിക്കുന്നത് 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതോടുകൂടിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 1986 നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉപഭോക്തൃ കോടതികൾ വരുന്നത്. ഓക്കെ, ഇതോടെ ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കപ്പെടുകയും പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായുള്ള ട്രിബ്യൂണലുകൾ രൂപവൽക്കരിക്കുകയും ചെയ്തു. അപ്പോൾ ട്രിബ്യൂണൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചെറിയ കോടതി സെറ്റപ്പ്. അതായത് സാധാരണ നമ്മുടെ ഒരു കീഴ്ക്കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, പിന്നെ അതിൻ്റെ മേലെ സുപ്രീം കോടതി, ആ സെറ്റപ്പ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രിബ്യൂണലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കാൻ വേണ്ട ഒരു ആ പരാതികൾ മാത്രം കേൾക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുക. അതുപോലെ സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മാത്രം കേൾക്കുകയും അതിന് നൽകുക, പരിഹാരം നൽകുകയും ചെയ്യുന്നതാണ് ട്രിബ്യൂണലുകൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഉപഭോക്തൃ കോടതികൾ എന്ന് പറഞ്ഞാൽ സാധാരണ കോടതികളല്ല. അതെന്തിനു വേണ്ടി മാത്രമാണ്? ഉപഭോക്തൃ തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ള, അവരുടെ പരാതികൾ കേൾക്കുക, അതിന് പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. വേഗത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. വേഗത്തിൽ, മറ്റ് കോടതികൾ പോലെയാണെങ്കിൽ ഒരു വക്കീൽ വേണം, വക്കീലിൻ്റെ സഹായം വേണം, അതിന് ഫീസ് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, അത് എന്ത് ചെയ്യണം, മറ്റ് ഈ പറയുന്ന പോലെ കാലതാമസം ഒരുപാട് വർഷങ്ങളെടുക്കും. ഉപഭോക്തൃ കോടതികളെ 3 തലത്തിൽ വിന്യസിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഉപഭോക്തൃ കോടതികളെ നമ്മൾ 3 തലത്തിലാണ്, തരത്തിലല്ല, തലത്തിൽ, ലെവലുകളിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനത്തിൻ്റെ ഘടന, അതായത് വിവിധ തലങ്ങളിലായിട്ട്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഘടന കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് താഴെന്ന് മേലേക്ക് പഠിക്കുക. ആദ്യത്തെ ഏറ്റവും ബേസിക് അടിസ്ഥാന ലെവലെന്ന് പറയുന്നത്, തലമെന്ന് പറഞ്ഞാൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അതിൻ്റെ മുകളിൽ വരുന്നതാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അതിൻ്റെ മുകളിൽ വരുന്നതാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഉള്ള സുപ്രീം കോടതി എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അപ്പോൾ എന്താണ് ഈ ഓരോ തലത്തിലെയും ഉപഭോക്തൃ കോടതികളുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ആദ്യം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അല്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ കോടതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 1 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരം വരുന്ന കേസുകൾ. അപ്പോൾ നിങ്ങളുടെ കേസ് അല്ലെങ്കിൽ നിങ്ങളുടെ പരാതി എന്താണ്? 1 കോടി രൂപയിൽ വരുന്ന ഒരു പരാതിയാണ്, 1 കോടി രൂപയുടെ ഉള്ളിൽ വരുന്ന ഒരു പരാതിയാണ്. നിങ്ങളൊരു സാധനം വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു സേവനം വാങ്ങിച്ചു, അപ്പം അതിൽ 1 കോടി രൂപയുടെ താഴെയുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ, അതായത് പരമാവധി അതിന് 1 കോടി രൂപ വരെ ആണ് നഷ്ടപരിഹാരം ലഭിക്കുക. അത്തരം കേസുകൾ ആണ് നമ്മൾ ഏത് കോടതിയിൽ പരിഹരിക്കുക? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളിൽ അല്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ കോടതികളിൽ പരിഹരിക്കുക. 1 കോടി മുതൽ 1 കോടി രൂപയുടെ മേലെ 10 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരം വരുന്ന കേസുകളാണെങ്കിൽ അതെവിടെയാണ് പരിഹരിക്കുക? അത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ മുന്നിലാണ് പരിഹരിക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ കോടതി എന്ന് നമുക്ക് പറയാം. ഇനി 10 കോടി രൂപയുടെ മേലെ വരുന്ന കേസുകളാണെങ്കിലോ? 10 കോടി രൂപയുടെ മേലെ വരുന്ന കേസുകളാണെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അപ്പം ഇതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ദേശീയ ഉപഭോക്തൃ കോടതിയിൽ നമ്മൾ വിളിക്കാം. ഇതിൻ്റെ ഈ ലെവലാണ്. ഇനി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ കയ്യിലും ഈ കേസ് നിന്നില്ല, അപ്പീലുകൾ പോയിട്ട് അവിടെയും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്ക് പോകാം? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നേരെ അത് സുപ്രീം കോടതിയുടെ കയ്യിലേക്ക് കേസ് വിടും. അപ്പോൾ പ്രധാനമായിട്ട് ഈ 3 തലത്തിലാണ് എന്തുള്ളത്? ഈ പറയുന്ന നമ്മുടെ ഉപഭോക്തൃ കോടതികളുള്ളത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അതിൻ്റെ മേലെ ആരാണ്? നമ്മുടെ
എല്ലാ കോടതികളുടെയും മേലെ നമ്മുടെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു തലങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭിക്കുന്നതിന് ഉപഭോക്തൃ കോടതികൾ നിർണായക പങ്ക് വഹിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഉപഭോക്തൃ കോടതികൾ ചെയ്യുന്ന കാര്യം? ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെടുന്നു അല്ലേ? സാധനങ്ങൾ വാങ്ങിച്ച് അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങിച്ചു, അതിന് കൃത്യമായ ഗുണനിലവാരമോ അല്ലെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപഭോക്തൃ തർക്കങ്ങളിൽ നമുക്ക് പരാതി കൊടുക്കാം, ഉപഭോക്തൃ കോടതികളിൽ പരാതി കൊടുക്കാം. ആ തർക്കങ്ങളിൽ ആരിടപെടും? ഉപഭോക്താവും ആ വിതരണക്കാരനും തമ്മിലുള്ള അല്ലെങ്കിൽ കമ്പനിയും തമ്മിലുള്ള തർക്കത്തിൽ നമ്മുടെ ഉപഭോക്തൃ കോടതി ഇടപെടുകയും ആ കേസ് കേൾക്കുകയും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ഉപഭോക്താവിന് നീതി ലഭിക്കുന്നതിന് ഉപഭോക്തൃ കോടതികൾ നിർണായക പങ്ക് വഹിക്കും. നഷ്ടപരിഹാരം വരെ കൊടുക്കാൻ വേണ്ടി പറയും. വാങ്ങിച്ച വില, സാധനം തിരിച്ചു കൊടുത്തിട്ട് വില മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതുകൊണ്ടുണ്ടായ നഷ്ടം അടക്കം നികത്താനുള്ള തുക ആര് നൽകാറുണ്ട്, ആര് കൊടുക്കണമെന്ന് പറയാറുണ്ട്? ഉപഭോക്തൃ കോടതികൾ ഈ കമ്പനിയോട് അല്ലെങ്കിൽ ഈ വിതരണക്കാരോട് കൊടുക്കാൻ വേണ്ടി പറയണമെന്ന്. ഇന്ത്യയിലാകമാനം 600-ലധികം ജില്ലാ ഫോറങ്ങളും 35 സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട്. അപ്പം മൊത്തത്തിൽ ഇന്ത്യയിൽ 600-ലധികം ജില്ലാ ഫോറങ്ങൾ, അതായത് ഈ തർക്കപരിഹാര കമ്മീഷനുകൾ ജില്ലാ തലത്തിലുണ്ട്. 35 സംസ്ഥാന കമ്മീഷനുകളുണ്ട്. നമുക്ക് 28 സംസ്ഥാനങ്ങളിലാണ്. അത് ചിലപ്പം ചില സംസ്ഥാന കമ്മീഷനുകളുടെ വലുപ്പം, ചില സംസ്ഥാനങ്ങളുടെ വലുപ്പം വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ സംസ്ഥാനങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇതിനെല്ലാം മുകളിലായി നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ, നേരത്തെ കണ്ടു, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അപ്പോൾ ഈ 600-അധികം ജില്ലാ ഫോറങ്ങൾ, അതിൻ്റെ മേലെ 35 സംസ്ഥാന ഈ പറയുന്ന തർക്കപരിഹാര കമ്മീഷനുകൾ, അതിൻ്റെ മേലെ നമ്മുടെ NCDRC, അതായത് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നമ്മൾ നേരത്തെ കണ്ടു. അങ്ങനെയുള്ള ഒരു അപ്പെക്സ് ബോഡിയുമുണ്ട്. അപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലെയുള്ള ബോഡി. ഇവയുടെയൊക്കെ ഏറ്റവും ടോപ്പിലുള്ള, ഏറ്റവും മുകളിലുള്ള, അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ, ഏറ്റവും ഉന്നതിയിലുള്ള, ഉയർന്ന തലത്തിലുള്ള എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അങ്ങനത്തെ ഒരു ബോഡിയാണ് ദേശീയ തർക്കപരിഹാര കമ്മീഷൻ എന്ന് പറയുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ത്രിതല ഉപദേശക സമിതികളും നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമാണ് എന്ത് നിലവിൽ വന്നിട്ടുള്ളത്? ഉപഭോക്തൃ കോടതികൾ നിലവിൽ വന്നിട്ടുണ്ട്. ഈ കോടതികൾക്ക് പുറമെ ഇതേ നിയമത്തിൽ ഈ കോടതികൾ മാത്രം പോരാ, ത്രിതല ഉപദേശക സമിതികൾ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് കോടതികൾ മാത്രമല്ല, എന്തുകൂടിയുണ്ട്? ത്രിതല ഉപദേശക സമിതികൾ കൂടി നിലവിലുണ്ട്. ത്രിതലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 ലെവലുകളിൽ, 3 തലങ്ങളിലായിട്ട്. അതേതൊക്കെയാണ് ഉപദേശക സമിതികൾ എന്ന് പറഞ്ഞിട്ടുള്ള? ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ഇങ്ങനെ 3 ഉപദേശക സമിതികൾ കൂടിയുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ഉപഭോക്തൃ കോടതികളാണ്. അതിനെ നമ്മൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇവിടെ കൗൺസിലാണ്. ഏതിലേക്ക് വരുമ്പോൾ? ഉപദേശക സമിതികളിലേക്ക് വരുമ്പോൾ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. കണ്ടോ? അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ എന്താണ് ഈ കൗൺസിലുകൾ എന്ന് പറയുമ്പോൾ അവിടെ കോടതി വിധികൾ പോലെയല്ല, അവിടെ കൗൺസിലുകൾ ഉപദേശിക്കുകയാണ് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുക. അതായത് അതത് സർക്കാരുകൾക്ക് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നതാണ് ഈ സമിതികളുടെ ധർമ്മം. അത് സർക്കാരുകളെയാണ് ആര് ഉപദേശിക്കുക? ഈ പറയുന്ന ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലാണെങ്കിലും, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലാണെങ്കിലും, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലാണെങ്കിലൊക്കെ അതത് സർക്കാരുകൾ, ജില്ലാ പഞ്ചായത്തുകളെ, സംസ്ഥാന ഗവൺമെൻറ്റുകളെ, ദേശീയ ഗവൺമെൻറ്റിനെ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനെയൊക്കെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, സർക്കാരിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സർക്കാരിനെ ഉപദേശിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വിവിധ തരം കബളിപ്പിക്കലുകളും അവ പരിഹരിക്കാനായി സമീപിക്കാവുന്ന സ്ഥാപനങ്ങളും മാർഗങ്ങളും എന്ന് ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടികളുടെ ഒരു എന്താ പറയുക, എയിംസിൽ പഠിക്കുന്ന, അതായത് ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ പഠിക്കുന്ന, അത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഈ പുസ്തകങ്ങളും ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ഉള്ള ഒരു ചിത്രമാണ് മെഡിക്കെയർ ഫ്രോഡ് ആൻഡ് അബ്യൂസ്. അതായത്
പലപ്പോഴും എന്താ പറയുക, ഈ രണ്ട് ചിത്രങ്ങൾ കാണാം. പലപ്പോഴും ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ പലപ്പോഴും കബളിപ്പിക്കപ്പെടലുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെതിരെ നടത്തിയ ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പലതരത്തിൽ കബളിപ്പിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ്, നമുക്ക് എല്ലാ കബളിപ്പിക്കലും എഴുതാൻ പറ്റില്ല, എങ്കിലും പലതരത്തിലുള്ള കബളിപ്പിക്കലുകളുണ്ട്. ഈ ഉപഭോക്താവിനെ പലതരത്തിൽ കബളിപ്പിക്കപ്പെടാം. അപ്പം അങ്ങനെ കബളിപ്പിക്കപ്പെട്ട നമുക്ക് ഓരോന്നിനും എവിടൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഏതൊക്കെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ മാർഗത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പരാതിപ്പെടേണ്ടത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന കോഴ്സ് തരാം, നിങ്ങൾ ക്ലാസ്സിന് വരണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസ തന്നാൽ നിങ്ങൾക്ക് ഇത്ര കോഴ്സ് തരാം, അല്ലെങ്കിൽ നിങ്ങൾ പൈസയൊക്കെ വാങ്ങി നിങ്ങൾക്ക് ശരിയായ ക്ലാസ്സൊന്നും തരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പുകളാണെങ്കിൽ നിങ്ങൾക്ക് UGCയിലോ AICTEയിലോ സ്റ്റേറ്റ് ബോർഡ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെടാം. അതായത് UGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്നാണ് അതിനെ വിളിക്കുക. അതായത് നമ്മുടെ കോളേജ് തലത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ഈ പറയുന്ന പോലെ നമ്മുടെ ഏതെങ്കിലും നമ്മുടെ ഈ യൂണിവേഴ്സിറ്റികൾ റിലേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് UGCയിൽ പരാതിപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ AIC, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരാതിപ്പെടാം. അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ്, അതായത് ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് അവിടുത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് തട്ടിപ്പ് നടന്നെങ്കിൽ നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിൽ, സ്റ്റേറ്റ് ബോർഡിൽ പോയിട്ട് പരാതിപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കാം. ജില്ലാ കോടതിയിലോ ജില്ലാ ഉപഭോക്തൃ ഫോറത്തിലോ കമ്മീഷനിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ ഒക്കെ നിങ്ങൾക്ക് സമീപിക്കാം. പോലീസിൽ പരാതി നൽകാം, ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട്, പൈസ വാങ്ങിയിട്ട് പറ്റിച്ചിട്ടുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായിട്ട്, നമ്മുടെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനൊക്കെ വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളുണ്ട്, അവിടെ പോയി പരാതിപ്പെടാം. ഇപ്പോൾ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മുടെ ജന്തർ മന്ദറിൽ ഡൽഹിയിൽ കുട്ടികൾ എന്ത് ചെയ്യേണ്ടി വന്നു, ഇന്ത്യയിലെ NTA നടത്തിയ പരീക്ഷ, അതിൽ ചോദ്യപേപ്പർ വിവാദം വന്നു. ഇതൊക്കെ ഇവിടങ്ങളിലൊക്കെ പരാതിപ്പെട്ടിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ലാസ്റ്റ് സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു, അത് വേറെ കാര്യം. എന്തായാലും നമുക്ക് ഇങ്ങനെയൊക്കെ പരാതിപ്പെടാം എന്നുള്ളതാണ് ഒരു കാര്യം. ആരോഗ്യരംഗത്തെ കബളിപ്പിക്കലുകൾ, പല വ്യാജ ഡോക്ടർമാരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ആശുപത്രികൾ നിങ്ങളെ ഒരുപാട് തരത്തിൽ പറ്റിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഓർ നാഷണൽ മെഡിക്കൽ കൗൺസിലിൽ ഗ്രീവൻസ് പോർട്ടൽ വഴി പരാതി നൽകാം. ഗ്രീവൻസ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ പരാതി നൽകുക, നമ്മുടെ പരാതികൾ സമർപ്പിക്കാനുള്ള പോർട്ടലാണ് ഗ്രീവൻസ് പോർട്ടൽ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഗ്രീവൻസ് പോർട്ടലുകൾ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് അവിടെ നമ്മുടെ മെഡിക്കൽ കൗൺസിലുകളുണ്ട്. നമുക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുണ്ട്, നാഷണൽ മെഡിക്കൽ കൗൺസിലുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് പരാതിപ്പെടാം, അവിടെ പരാതി കൊടുക്കാം. ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് റിപ്പോർട്ട് സഹിതം പരാതിപ്പെടാം. ആരാണോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഹെൽത്ത് ഡയറക്ടർ, ഒരു IAS കാരനായിരിക്കും മിക്കവാറും, അദ്ദേഹത്തിന് നമുക്ക് എന്ത് ചെയ്യാം, പരാതിപ്പെടാം. ഗുരുതരമായ ആരോഗ്യ തട്ടിപ്പുകൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാം. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു താൽപ്പര്യ അർജി എന്ന് മലയാളത്തിൽ പറയും. പൊതു താൽപ്പര്യ അർജി, അതായത് ഒരാളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇത് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് അത് കോടതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നിങ്ങൾക്ക് പൊതു താൽപ്പര്യ ഹർജി സമർപ്പിക്കാം. ഇത് ഒരാളെ മാത്രം ബാധിക്കുന്ന, ഇപ്പോൾ മരുന്ന് കമ്പനികൾക്കെതിരൊക്കെ നിങ്ങൾക്ക് പോകാം. ഓക്കെ. അതുപോലെ തന്നെ ആരോഗ്യ സേതു ആപ്പ് വഴി നമുക്ക് പരാതി നൽകാം. നമുക്ക് കൊറോണ സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയ ഒരു ആപ്പായിരിക്കും ആരോഗ്യ സേതു ആപ്പ്. ഈ ആപ്പും ആരോഗ്യവുമായി ബന്ധപ്പെട്ട പരാതികൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന പറ്റിക്കലുകൾ ഒരുപാട് കേൾക്കാറുണ്ട് അല്ലേ? വിദേശത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിലൊന്നും മാത്രമല്ല, പണ്ട് ഗൾഫിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം എന്താണ്, ഇപ്പോൾ ഈ പറയുന്ന പോലെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലി തരാം അല്ലെങ്കിൽ വിദ്യാഭ്യാസം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കും, പൈസ വാങ്ങിയിട്ട് മുങ്ങും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ പരാതിപ്പെടാം? പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ്. ഓക്കെ, പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ്, POE എന്ന് പറയും അവിടെ. അതായത് നമ്മൾ എമിഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ വിദേശത്തേക്ക് നമ്മൾ യാത്രകൾ ചെയ്യുന്ന ആ കാര്യത്തെയാണ് നമ്മൾ എമിഗ്രൻസ് എന്ന് വിളിക്കുക. അപ്പം അവിടങ്ങളിൽ നിങ്ങൾക്ക് പോയിട്ട് പരാതിപ്പെടാം. പിന്നെ IPC സെക്ഷൻ 420 പ്രകാരം കേസ് ഫയൽ ചെയ്യാം. ഇപ്പോൾ IPC ഇല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ IPC അല്ല, ഇന്ത്യൻ പീനൽ കോഡ് അല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ BNS ആണ്. BNS, ഭാരതീയ ന്യായ സംഹിതയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ മാറിയിട്ടുണ്ട്. പക്ഷേ എനിവേ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇത് എഴുതിക്കോളൂ.
അതായത് നമുക്ക് കേസ് ഫയൽ ചെയ്യാം, അത്ര എഴുതിയാൽ പോലീസിൽ കേസ് ഫയൽ ചെയ്യാം, അങ്ങനെ എഴുതിയാൽ മതി. വിദേശത്തെത്തിയ ശേഷമാണ് പറ്റിക്കപ്പെട്ടതെങ്കിലോ ഇന്ത്യൻ എംബസി ഓർ ഹൈ കമ്മീഷനിൽ പരാതിപ്പെടാം. നമ്മുടെ എല്ലാ രാജ്യത്തും ഇന്ത്യക്ക് ഒരു എംബസി ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ അവിടുത്തെ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഇന്ത്യയുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പാർട്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അവിടെ നമ്മൾ ഫോറിൻ സർവീസിലൊക്കെ പെട്ട ഉദ്യോഗസ്ഥർ IFS ഒക്കെ കിട്ടിയ ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹൈ കമ്മീഷൻ എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഫഹദ് ഫാസിലിൻ്റെ ടേക്ക് ഓഫ് സിനിമയിലൊക്കെ അവിടുത്തെ എംബസി അല്ലെങ്കിൽ ഹൈ കമ്മീഷൻ ഇടപെട്ടിട്ടാണ് അവിടുത്തെ ഇറാനിലൊക്കെ കുടുങ്ങിയ നഴ്സുമാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ വേറെ രാജ്യത്ത് ഓരോ രാജ്യത്തും നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ എംബസികൾ ഉണ്ടായിരിക്കും. മറ്റ് രാജ്യങ്ങളുടെ എംബസികൾ ഇന്ത്യയിലുമുണ്ട്. അതായത് നമ്മുടെ പൗരന്മാർ വേറെ രാജ്യങ്ങളിൽ ഉണ്ടാവില്ലേ, അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എംബസികൾ ഉള്ളത്. പിന്നെ പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രവുമായി PBSKയുമായി ബന്ധപ്പെടാം. ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 1800 11 3090 എന്ന് പറയുന്ന പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാം. ഇനി ഓൺലൈൻ തട്ടിപ്പുകളാണെങ്കിലോ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഓൺലൈൻ തട്ടിപ്പുകളാണ്. സൈബർ ക്രൈം സെല്ലിൽ നമുക്ക് ഓൺലൈനുമായി ബന്ധപ്പെട്ട നമ്മളെ പറ്റിക്കപ്പെടുന്നതും അല്ലെങ്കിൽ സൈബർ റിലേറ്റഡ് ഇൻ്റർനെറ്റ് വഴി നമ്മൾ ഉള്ളത് ആണെങ്കിൽ നമുക്ക് സൈബർ ക്രൈം സെല്ലിൽ cybercrime.gov.in എന്ന് പറയുന്ന ആ ഒരു പോർട്ടലിൽ പോയിട്ട് നമുക്ക് ചിലപ്പോൾ പറയും നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വരും. ഗുൻവർ സിംഗ് അല്ലെങ്കിൽ ഞാൻ ഇന്ന സിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ഡൽഹിക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഇത്ര പൈസ അയച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇന്ന ഫോട്ടോസൊക്കെ ലീക്കാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അതൊന്നും കാര്യമില്ല. നിങ്ങൾ നേരെ സൈബർ സെല്ലിൽ പോയി പരാതി കൊടുത്താൽ മതി, വേറെ കാര്യം അതിൽ ടെൻഷനാവുമൊന്നും വേണ്ട. അല്ലെങ്കിൽ സെർട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നൊരു പോർട്ടലാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സെർട്ടിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ ഒരു ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി, നമുക്ക് ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് വരുന്ന തട്ടിപ്പുകളെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ്. അവരിൽ പരാതിപ്പെടാം. അല്ലെങ്കിൽ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വഴി, നമുക്ക് നേരത്തെ പറഞ്ഞ ദേശീയ ഉപഭോക്തൃ കോടതി വഴി അതിനൊരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. അതിൽ info@cert.in.org.in എന്ന് പറയുന്ന അഡ്രസ്സിൽ, ഈ .in എന്ന് പറയുന്ന ഇന്ത്യ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ആ അഡ്രസ്സിൽ പരാതി സമർപ്പിക്കാം. ഇനി ബാങ്കിങ് രംഗത്തെ കബളിപ്പിക്കലാണെങ്കിലോ നമ്മുടെ പൈസ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ ATMിൽ നിന്നൊക്കെ നമ്മളറിയാതെ നമ്മുടെ പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോയി, അല്ലെങ്കിൽ ഈ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കള്ളപ്പണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണ്, നമ്മുടെ പൈസ കാണാനില്ല, അങ്ങനെയാണെങ്കിലോ ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസത്തെ ബ്രാഞ്ച് മാനേജറെ സമീപിക്കാം. ഓരോ ബാങ്കിനും അവിടുത്തെ പരാതി സമർപ്പിക്കാൻ വേണ്ടി ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഉണ്ടായിരിക്കും. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ പരാതി പരിഹരിക്കുക എന്നുള്ളതാണ് ഗ്രീവൻസ് റിഡ്രസൽ എന്നുള്ള അർത്ഥം. അവിടെ സാധാരണ ഓരോ ബാങ്കിൻ്റെയും ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ആരായിരിക്കും? അവിടുത്തെ ബ്രാഞ്ച് മാനേജറായിരിക്കും. അയാളോട് പോയിട്ട് കാര്യം പറയാം. 30 ദിവസത്തിനുള്ളിൽ ബാങ്ക് മറുപടി തരാത്തവർ പക്ഷം RBI ഓംബുഡ്സ്മാനെ സമീപിക്കാം. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും ബാങ്ക് എന്ന് പറയുന്നത്, എല്ലാ ബാങ്കുകളുടെയും അപ്പെക്സ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പം നമ്മുടെ ഒരു പരാതി നമ്മുടെ ബ്രാഞ്ചിൽ പരാതിപ്പെട്ടു, 30 ദിവസമായിട്ട് നിങ്ങൾക്ക് പരാതിയിൽ യാതൊരു പരിഹാരവും ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ RBIയിൽ റിസർവ് ബാങ്കിലെ ഓംബുഡ്സ്മാൻ, നമ്മുടെ ഈ പരാതികളൊക്കെ പരിഹരിക്കാനുള്ള ഒരാളാണ് RBI ഓംബുഡ്സ്മാൻ, അവിടെ പോയിട്ട് പരാതിപ്പെടാം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ടോൾ ഫ്രീ നമ്പർ, ഏത് നമ്പറിലാണ് ഇതൊക്കെ പോവുക? നമുക്ക് 1444 14448 അല്ലെങ്കിൽ cgmbank.RBI.org.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ടോ നിങ്ങൾക്ക് പരാതിപ്പെടാം. ഏത് സാഹചര്യത്തിൽ ഇവർ പരാതി പരിഹരിച്ച് തന്നില്ലെങ്കിൽ, 30 ദിവസമായിട്ട് ഇവർ പരാതി പരിഹരിച്ച് തന്നില്ലെങ്കിൽ ഇവിടേക്ക് പോവാം എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ പരാതി കൊടുക്കേണ്ടത്? പരാതികൾ എങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? ഒരു ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ഓഫീസിലോ നമുക്കറിയാമല്ലോ നമ്മൾ എവിടെ നിന്നാണ് കബളിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇതിൽ ഏതിലാണ്? എഡ്യൂക്കേഷനാണോ, ആരോഗ്യമാണോ, ബാങ്കാണോ? അപ്പോൾ അതാത് ഓഫീസിൽ നമ്മൾ പരാതിപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഉപഭോക്തൃ കോടതിയിൽ പോവാം. 1 കോടിയിൽ താഴെയുള്ളതാണെങ്കിൽ ജില്ലാ കോടതിയിൽ പോവുക, ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ പോവുക. 1 കോടിക്കും 10 കോടിക്കും ഇടയിലുള്ളതാണെങ്കിൽ എവിടെ പോവുക? ഈ പറയുന്ന സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാരം അല്ലെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ കോടതിയിൽ പോവുക. അതിനു മേലേക്കാണെങ്കിൽ ദേശീയ ഉപഭോക്തൃ കോടതിയിൽ പോവാം. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഈ പറയുന്ന ഓഫീസിൽ അതത് ഓഫീസിൽ പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഉപഭോക്തൃ കോടതിയിൽ പോവാം. ഇതായിരിക്കും ഏറ്റവും എളുപ്പം.
പരാതിയുള്ള ഏതൊരാൾക്കും വെള്ള പേപ്പറിൽ പരാതി വിശദമായി എഴുതി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ നേരിട്ട് സമർപ്പിക്കാവുന്ന, നമുക്കൊരു വക്കീലിൻ്റെ സഹായമൊന്നും വേണ്ട, എന്തെഴുതിയാൽ മതി, എന്താണോ പരാതി അത് എന്തെഴുതുക, ഏതാൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് കൊടുക്കാം. പരാതിയോടൊപ്പം ആവശ്യമായ തെളിവായിട്ട് ആവശ്യമായ രേഖകളും ചേർക്കേണ്ടതാണ് അല്ലേ. പരാതി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ സാധനം വാങ്ങിച്ചെന്ന് നമ്മളുടെ കയ്യിൽ തെളിവുണ്ടാവില്ലേ, ഞാൻ വാങ്ങിച്ച ഡേറ്റ് ആയിരിക്കാം, ബില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ബില്ലായിരിക്കാം, അല്ലെങ്കിൽ ഞാനിത് വാങ്ങിച്ചതിൻ്റെ ഗൂഗിൾ പേ ചെയ്ത സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ CCTV, അങ്ങനെ എന്താണെങ്കിലും ആവശ്യമായ രേഖകൾ, നമ്മുടെ കയ്യിലുള്ള രേഖകളൊക്കെ നമുക്ക് കൊടുക്കാം. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിരുന്നു. ഇവിടെയാണ് സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ച് വാങ്ങേണ്ടതിൻ്റെ പ്രസക്തി വ്യക്തമാകും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബില്ല് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കേസിന് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ബില്ല് ആവശ്യമാണ്. അപ്പോൾ ഈ നമ്മുടെ കേസിൻ്റെ കൂടെ നമ്മുടെ കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. നമ്മൾ സത്യം പറയുകയാണ്, നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ചു എന്നതിൻ്റെ തെളിവ് നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം.